അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കെല്ലാവർക്കും ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു പകലിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ആ അത്ഭുതകരമായിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിൽ, ആ ഖുർആനിന്റെ ചില ആയത്തുകളാണ് നമുക്കൊരു പാഠമായിട്ട് കടന്നു വരുന്നത്. ഏതാണ്? നാളെ അസർ നിസ്കാരത്തിന്റെ മുമ്പായി നമ്മൾ ഓതാനുള്ള 3 സൂറത്തുകളിൽ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 7 ആയത്താണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة എന്ന് തുടങ്ങി അങ്ങനെ 7 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യണം. അസർ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പാരായണം ചെയ്താൽ മതി. അസറിനോട് അടുക്കുന്ന സമയത്താണ് ഒന്നുകൂടെ മഹത്വമേറുന്നത്. അസറിനോട് അടുത്തു വരുന്ന ആ ഒരു സമയം നമ്മൾ ഒന്നുകൂടെ റബ്ബിലേക്കൊന്ന് അടുക്കുക. അത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ലഭിക്കും. ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എല്ലാവരും നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ അതോതുക. അത് കഴിഞ്ഞാലോ അവിടെ നീ ഒരു 7 ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലാറുള്ളത് യാ റസ്സാഖ് യാ അല്ലാഹ്, യാ റസ്സാഖ് യാ അല്ലാഹ്, യാ റസ്സാഖ് യാ അല്ലാഹ്, യാ റസ്സാഖ് യാ അല്ലാഹ്. ഏതു മേഖലയിൽ നമ്മൾ പോയാലും അവിടെയൊക്കെ അള്ളാഹു നമുക്ക് വിജയം തരും. അവിടെയൊക്കെ അള്ളാഹു നമുക്ക് സന്തോഷം തരും. അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് നിഅമത്തുകൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ തേടിക്കൊണ്ടുവരും. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ മർമ്മപ്രധാനമായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ യാ റസ്സാഖ് എന്നുള്ള ആ ഒരു വാക്ക് റസാഖ് എന്ന് പറഞ്ഞാൽ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ ഒരു കാര്യത്തിൽ പെടും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം. അതാണ് നമുക്ക് മർമ്മപ്രധാനമായി നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ പഠിപ്പിച്ചത് യാ റസ്സാഖ് യാ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിന്റെ 99 ഇസ്മുകളിൽ മർമ്മപ്രധാനമായിട്ടുള്ള ആ ഒരു ഇസ്മ ഏതൊരാൾ ചൊല്ലിക്കൊണ്ടുവരുന്നോ അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം കൊടുക്കുകയാണ്. വെറുമൊരു വാക്കല്ല ഇത്. ഹബീബായ തങ്ങൾ ഒരുപാട് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നടന്നു. ഹബീബായ തങ്ങൾ ഒരുപാട് പ്രാവശ്യം സ്വഹാബത്തിനോട് ചൊല്ലാൻ പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള ഒന്നാണ് യാ റസ്സാഖ് എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മ. അതും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അതേ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതേ ഇസ്മാണ് യാ ഖാബിദു എന്നുള്ളത്. നമ്മുടെ മരണത്തിന്റെ സമയം മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് റൂഹ് പിടിക്കാൻ വരുന്ന ആ ഒരു സമയമൊക്കെ
നമ്മൾ പറയാറുണ്ട് ഖാബിലുൽ അർവാഹു മലക അസ്റായീൽ എന്ന്, റൂഹിനെ പിടിക്കുന്ന മലക്ക്. എന്നാൽ ഈ ഒരു ഇസ്മു ഒരാൾ പതിവാക്കിയാൽ അവന്റെ അവസാനത്തെ ആ ഒരു യാത്രയിൽ അവനിക്ക് നല്ലതുപോലെ അവനിക്ക് വിട പറയാൻ പറ്റും. കലിമ ഉറക്കെ ചൊല്ലിയിട്ട് അവനിക്ക് വിട പറയാൻ പറ്റും. അള്ളാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോട് കൂടിയിട്ട് പോകാൻ പറ്റും. പക്ഷെ അതിന് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഒരൊറ്റ ഡിമാൻഡ്. അത് വേണ്ടുന്ന കോലത്തിൽ ചൊല്ലിയിരിക്കണം. അത് വേണ്ടുന്ന കോലത്തിൽ നമ്മൾ ചൊല്ലിയിരിക്കണം. അപ്പോഴാണ് മുഅ്മിനീങ്ങളെ നമുക്കതിന്റെ ബലം കിട്ടുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിന്റെ ബലം കിട്ടൂല. അതുകൊണ്ടാണ് അവിടെ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ 99 ഇസ്മുകളുണ്ടല്ലോ, അത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ അവൻ കൊണ്ടുവന്നാൽ, അത് പഠിച്ചാൽ, അത് മനസ്സിലാക്കിയാൽ അവന്റെ ജീവിതം ഖൈറാകുന്നത് പോലെ ഒരാളുടെ ജീവിതവും ഖൈറാകൂല. അവന്റെ ജീവിതം ഖൈറാകുന്നത് പോലെ. അള്ളാഹു എന്തിനാണ് ഒരുപാട് വർത്തമാനങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മുകൾ 5 മിനിറ്റ് പോലും വേണ്ട, നമ്മളൊന്ന് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അതിനകത്ത് പറയപ്പെട്ട പേരുകൾ പോലെ നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റും, നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റും, നിങ്ങളുടെ കണ്ണീരുകളും നിങ്ങളുടെ ദുഃഖങ്ങളും മാറ്റും. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാഹുവേ ഈ പറയപ്പെട്ട ഇസ്മുകളൊക്കെ ചൊല്ലിക്കൊണ്ടുവരിക. ഇത് രണ്ടും ചൊല്ലിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള അടുത്ത കാര്യം വുളൂ ഉണ്ടാവുക എന്നുള്ളതൊന്നാണ്. വുളൂ ഉണ്ടായിരിക്കണം. ഓതുന്ന സമയത്ത് നല്ലതുപോലെ കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ഒരു ഫാത്തിഹ ഓതണം, ഇഖ്ലാസ് ഓതണം, മുഅവ്വിദത്തൈനി ഓതണം. അല്ലാഹുവിലേക്ക് നീറുന്ന ഹൃദയത്തോടെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നിങ്ങൾ ചോദിക്കണം. അല്ലാഹു തട്ടിക്കളയില്ല, അല്ലാഹു നിങ്ങളെ ഖായിബാക്കൂല. അതുകൊണ്ടാണ് അവിടുന്ന് പ്രിയമുള്ളവരെ സ്വഹാബാക്കൾ മുഴുവനും ഹബീബിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന ഒന്നും ഇന്ന് വരെ പാഴാക്കി കളയാറില്ലായിരുന്നല്ലോ. മദീനയുടെ മുത്തിൽ നിന്നും അടർന്നു വീഴുന്ന ഒന്നും ഇന്ന് വരെ സ്വഹാബത്ത് പാഴാക്കി കളഞ്ഞിട്ടില്ല, അതിനെ ഇല്ലാതെയാക്കി കളഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ കണക്കുള്ളവർ എന്തിനാ ഇല്ലാതെയാക്കുന്നത്? അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ വഴികൾ അല്ലാഹു തആല ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ ഞാനും എന്റെ ദുആയിൽ നിങ്ങളും ഉൾപ്പെടണം. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.